ചരിത്രം എന്നുള്ളത് മാത്രമല്ല വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ഞങ്ങളുടെ ഈ 50-ാം ദിവസത്തിൻ്റെ അല്ലെങ്കിൽ 50-ാം ദിവസത്തിലേക്ക് കിടക്കുന്ന ഈ വിജയം ആഘോഷിക്കുക എന്ന് പറയുന്നത്. വളരെ ചെറുതായിട്ടൊരു 60 തിയേറ്ററുകളിൽ നിന്നും തുടങ്ങി 100-ഉം 124 തിയേറ്ററുകളിലേക്ക് എത്തി. ഈ 6 ആഴ്ച പിന്നിടുമ്പോഴും 30ഓളം തിയേറ്ററുകളിലേക്കും വിജയകരമായിട്ട് പോകുന്നു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാര്യമല്ല, വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ വിജയം ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒരു ലാഭേച്ഛയും കൂടാതെ ഞങ്ങളോടൊപ്പം ഇന്ന് വരെ ഞങ്ങളോട് കൂടെ കൂടിയ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഫോക്കസിൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അമരക്കാരൻ സാറെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ആദ്യം പറയുന്നത്. വളരെ സന്തോഷമുള്ളൊരു സന്ദർഭമാണ്. കാരണം ഇതിന് മുമ്പ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ലോക സിനിമയിൽ. അപ്പോൾ ഇന്ന് ഈ 50 ദിവസം പൂർത്തിയാകുന്ന ഈ ആഴ്ചയിൽ ഇങ്ങനെ ഒത്തുകൂടാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്. കാരണം ഇതൊരു റീ റിലീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മിനിമം ഓഡിയൻസ് വന്ന് കണ്ടുപോകുന്നതാണ്. അല്ലാതെ ഈ എഴുതിയിരിക്കുന്ന ഒരു ചരിത്രം പ്രതി എഴുതിയ ഒരു വലിയ രാഷ്ട്രീയമാണ്. അതിന് നിങ്ങളെയൊക്കെ എല്ലാവരെയും സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള എല്ലാവരും വല്ലാതെ ഞങ്ങളെ പിന്തുണച്ചു. ആ പിന്തുണയ്ക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. സിനിമ തിയേറ്ററുകളിലൊക്കെ കാണാൻ ഈ തയ്യാറായി വന്ന പുതിയ തലമുറയുണ്ട്. അവരോടാണ് ഏറ്റവും വലിയ നന്ദി. കാരണം ഇങ്ങനൊരു റിലീസിനെ കുറിച്ചുള്ളൊരു ചിന്ത ഞങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് ഈ സിനിമ TV-യിലും OTT-യിലൊക്കെ കണ്ട് അതൊരു തിയേറ്റർ റിലീസ് വേണമെന്ന് ആഗ്രഹിച്ചൊരു പുതിയ ജനറേഷൻ്റെ ആഗ്രഹമാണ്. എല്ലാവർക്കും നന്ദി. അതിന് ഈ ഒരു റിലീസ് സാധ്യമാക്കിയ ഫോക്കസ് മീഡിയ ടീമിൻ്റെ ടീമിനും എല്ലാ നന്ദിയും തരും. എല്ലാവരും ആഘോഷവേളകളൊക്കെ എത്തിയതാണ്. ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു ചെറിയ ഒരു എക്സ്പെരിമെൻ്റൽ ഇതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ ആദ്യം എനിക്ക് ദൈവത്തിനോട് നന്ദി പറയുന്നു. അതിനുമായി തന്നെ എൻ്റെ സുഹൃത്തുക്കളായ ടോമി ഒരു വലിയ ടീം ചെയ്തപ്പോൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ച പെർഫെക്ഷൻ എന്ന് പറയുന്നത് കാര്യങ്ങളിലേക്ക് സപ്ത അടക്കമുള്ള ഇതിലേക്ക് എത്തിക്കുകയും ഞങ്ങളുടെ കളിക്കുള്ളൊരു സൗണ്ട് എഞ്ചിനീയർ അതേപോലെ തന്നെ അവിടുത്തെ ടെക്നീഷ്യൻസ് എല്ലാവരും തന്നെ എന്തെന്നാ പറയുക ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. അത് എനിക്കിഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഈ റിലീസ് അനൗൺസ് ചെയ്ത് ഞാൻ ഏൽപ്പിച്ച എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൻ്റെ ഒരു ധൈര്യം. ഫസ്റ്റ് ഡേ ഹരി വിളിച്ച് പറയുന്നത് വേണ്ട നോക്കുന്നു മധു കാലിക്കറ്റിനുണ്ട് മോട്ടിവേഷനുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഓരോ ഷോക്കും നമുക്ക് എന്താണ് അതിൻ്റെ റിയാക്ഷൻ എന്ന് വിളിച്ചു പറഞ്ഞ് മനസ്സിൽ ധൈര്യം തന്നു. ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിൽ വേണ്ടി പ്രാർത്ഥിച്ചവരാണ്. ആ ചെലവുകൾ നീക്കിയെന്നല്ല എന്താണ് അവരുടെ ടെൻഷൻ വരെ. അപ്പോൾ അത്രയും എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ മകളും എൻ്റെ കുടുംബം അതേമാതിരി തന്നെ പേര് വെച്ച് സഹായിച്ച എല്ലാവർക്കും പ്രതികൾ എല്ലാവർക്കും കൂടാതെ കൂടി എല്ലാവരും ഷെയർ ചെയ്യിക്കാം.
വളരെ സന്തോഷം. നമ്മൾ ഈ സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയാൻ പറ്റില്ല, കാരണം സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അന്ന് ഇറങ്ങി വീണ്ടും ഇങ്ങനൊരു വിജയം എത്തിച്ചത് ഈ പറയുന്ന സാർ പറഞ്ഞതുപോലെ ചേർത്ത പറഞ്ഞതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹായം അല്ലെങ്കിൽ ഒരു സ്നേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ഇതിന് പിറകിൽ പ്രവർത്തിച്ച ആളുകൾ, കൂടെ നിന്ന ആളുകൾ, എല്ലാവരോടും നന്ദി. താങ്ക് യു സോ മച്ച്. പുതിയ സാരഥി ചെയ്യാനും കൂടി ഉണ്ടാവും. ആക്ച്വലി ഇതൊരു ടീം എഫേർട്ട് തന്നെയാണ്. ഇതിൽ സഹകരിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവരുമാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യം എനിക്ക് അവരോടാണ് നന്ദി പറയാനുള്ളത്. ഇങ്ങനത്തെ ഇത് ശരിക്കും വളരെ ചെറിയ രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ഔട്ട് ചെയ്തത്. പക്ഷേ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും എഫേർട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് സിനിമകളോട് ഇങ്ങനൊരു ആശയം കൊണ്ടുവന്നപ്പോൾ ഒപ്പം നിന്ന്, അതായത് കറക്റ്റ് ആ ഒരു ഗൈഡ് ലൈൻസ് തന്ന് ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും സപ്പോർട്ടായി നിന്ന് എപ്പോഴും കൂടെ നിൽക്കുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ദിലീപിനോട് പറഞ്ഞ് ആ ദിവസം മുതൽ ഈ ദിവസം വരെ ഓരോ ചെറിയ കാര്യത്തിനാണെങ്കിലും വലിയ പ്രമോഷൻ പരിപാടികൾക്കാണെങ്കിലും എല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ ഇവിടെ നിന്നത്. താങ്ക് യു. പിന്നെ പറയാനുള്ളത് ടീംസ് വേണമെങ്കിൽ കൊടുക്കാം. ഇതാണ് ഹീറോയിൻ, എൻ്റെ ഹീറോയിൻ. അപ്പോൾ ഇവർക്ക് എനിക്ക് താങ്ക്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സഹിച്ച് എനിക്ക് 35-40 വർഷത്തെ സഹിച്ച് ഇനിമേ 44 കുറച്ച് വർഷം